Good morning all. So ഞങ്ങളുടെ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഡെയിലി 30 ക്വസ്റ്റ്യൻ, സോ വീക്ക്ലി ഒരു 4 സെഷൻസ്, അങ്ങനെ 120 ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സെലക്ടഡ് സബ്ജക്ട്സിന്റെ കോമ്പിനേഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക ഡെയിലി. അതായത് ഒരു ദിവസം 3 സബ്ജക്റ്റിൽ നിന്നുള്ള 30 ക്വസ്റ്റ്യൻസ് സെലക്ടഡ് ആയിരിക്കും റാൻഡമായി. സോ നമുക്ക് അറൌണ്ട് ഒരു 9 to 10 സബ്ജക്ട് ഉണ്ടല്ലോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഒരു 9 to 10 സബ്ജക്ട്സ് നമ്മളുണ്ട്. നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് 3 സബ്ജക്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നോർമലി പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ്, SSC JE ക്വസ്റ്റ്യൻസ്, ദെൻ RRB ക്വസ്റ്റ്യൻസ്, IES പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഗേറ്റ് ക്വസ്റ്റ്യൻസ്, UPSC ക്വസ്റ്റ്യൻസ്, UPSC ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ്. സോ ഇതെല്ലാം ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ like a lot of questions, നമ്മൾ എത്ര എണ്ണം എന്ന് പറയുന്നില്ല. സോ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അൺടിൽ എക്സാം തീരുന്ന വരെ, എന്നാണോ എക്സാം അനൗൺസ് ചെയ്യുന്നത് അന്ന് വരെ നമ്മൾ ഈ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഫസ്റ്റ് സെഷൻ. സോ തുടർന്നും നമ്മുടെ സോൾവിങ് സെഷൻസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ എല്ലാം ക്ലാസ്സസും തിയറി ക്ലാസ്സസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. സോ എല്ലാം കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, so let's move on to the first question. So first start ചെയ്യുന്നത് നെറ്റ്വർക്ക് തിയറി വെച്ചിട്ടാണ്. സബ് എഞ്ചിനീയർ ലെവൽ, കേരള PSC യുടെ സബ് എഞ്ചിനീയർ ലെവൽ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ്. ആൻഡ് കൂടി ഗേറ്റ് ലെവൽ വരെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡീൽ ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് the flow of electric current in a conductor is due to the flow of. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്തിന്റെ ഫ്ലോ മൂലമെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ ആണോ, പ്രോട്ടോൺ ആണോ, അതോ ഇലക്ട്രോൺ ആൻഡ് അയോൺ ആണോ, ചാർജ് പാർട്ടിക്കിൾ ആണോ? നമുക്കറിയാം, നമ്മൾ പ്രീവിയസ് കുഞ്ഞുനാൾ മുതലേ പഠിക്കുന്നതാണ്. ഇലക്ട്രോൺസിന്റെ ഫ്ലോ മൂലമാണ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. So the flow of electric current in a conductor is due to the flow of electrons. അപ്പോൾ ഞാൻ അതിന്റെ വലിയ എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകുന്നില്ല, അതിന്റെ ആവശ്യമില്ല. ഇലക്ട്രിക് കറണ്ട് മീൻസ് ഇറ്റ് ഈസ് ഇലക്ട്രോൺ, പ്രോട്ടോൺ അല്ല. പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ അല്ല, ഇലക്ട്രോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ആൻഡ് ഇലക്ട്രിക് കറണ്ട്, നമുക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാൻ പറ്റിയ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പോ സബ് എഞ്ചിനീയർ ലെവലിലൊക്കെ ചോദിക്കാൻ പറ്റും. An electric current is the random movement of electrons in a conductor, then movement of free electrons predominantly in one direction, pressure difference between two poles, അല്ലെങ്കിൽ the power that causes the drift of electrons. നമ്മളൊരു ഇലക്ട്രോൺ, അപ്പൊ നമ്മൾ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് അറിയാം. അപ്പം അതിന്റെ മൂവ്മെന്റ് ഇങ്ങനെ പല ഡയറക്ഷനിൽ റാൻഡമായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് ആവുമോ, അതോ അതിന് ഒരു എന്തായാലും പ്രഷർ ഡിഫറൻസ് അല്ല, അതൊക്കെ വോൾട്ടേജിന്റെ കേസാണ് നമ്മൾ പ്രഷർ ഡിഫറൻസിലൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഡൗട്ട് റാൻഡം മൂവ്മെന്റ് ആണോ, മൂവ്മെന്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ ആണോ? സോ ഇലക്ട്രിക് കറണ്ട് എന്ന് എന്തായാലും അതൊരു പവർ അല്ല, ഇറ്റ്സ് നോട്ട് എ പവർ ദാറ്റ് കോസസ് ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ഒന്നും അല്ല. സോ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്രീഡോമിനന്റ്ലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ തന്നെ ഇലക്ട്രോൺസ് മൂവ് ചെയ്താലാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. The controlled movement of or drift of electrons through a substance. അപ്പൊ അങ്ങനെയും പറയാം, ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ കൺട്രോൾഡ് മൂവ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഒരിക്കലും പവർ ദാറ്റ് കോസസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്, പക്ഷെ സിമ്പിൾ ആണ്. സബ് എഞ്ചിനീയർ ലെവലിലൊക്കെ ചോദിക്കാം. സബ് എഞ്ചിനീയർ മാത്രമല്ല, ഏതൊരു എക്സാമിലും കുറെ എളുപ്പം ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ വരാവുന്നതാണ്. അപ്പം സൊല്യൂഷൻ നമുക്ക് ചെയ്ത് നോക്കാം. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 17 × 10⁻⁹ ഓം മീറ്റർ ആണ്. വാട്ട് ഈസ് ദ എൻഡ് ടു എൻഡ് റെസിസ്റ്റൻസ്? അപ്പൊ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പർ സ്ട്രിപ്പ് ആണ്, 2 സെന്റിമീറ്റർ ലോങ് ആണ്, 2 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, റെസിസ്റ്റിവിറ്റി മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പം ലെങ്തിനെയും മീറ്ററിലേക്ക് മാറ്റുക, 10⁻² മീറ്റർ. ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിരിക്കുന്നത് 5 mm × 1 mm. അതിനെയും മീറ്ററിലേക്ക് മാറ്റുക, 5 × 10⁻³ × 1 × 10⁻³ മീറ്റർ. അപ്പം റെസിസ്റ്റിവിറ്റിയുടെ ഫോർമുല നമുക്കറിയാം. റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു ρL/A. ദാറ്റ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി എത്രയാണ്?
17 into 10 raised to minus 9. Unit ഒന്നും എഴുതുന്നില്ല, same unit തന്നെ. Rho into L 2 into 10 raised to minus 2. And area എന്ന് പറയുമ്പോൾ മീറ്ററിലുള്ള ഏരിയ ആണ് എഴുതേണ്ടത്. So 5 into 1 into 10 raised to minus 3 and minus 3 ഒരുമിച്ച് കൂടി 10 raised to minus 6 എന്ന് എഴുതി. സോ ഇനി നിങ്ങൾ മാത്തമാറ്റിക്കൽ സ്കിൽ ഉപയോഗിക്കുക. അപ്പം 10 raised to minus 6 മുകളിൽ കൊണ്ടുപോകുക. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ രീതി ചെയ്യുക. സോ 68 into 10 raised to minus 6. 68 into 10 raised to minus 6 ഓം എന്നാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് 68 മൈക്രോ ഓം. സോ നിങ്ങൾ അത് കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, അല്ലാണ്ട് തന്നെ ഗുണിച്ച് നോക്കി ചെയ്താൽ മതി. 34 divided by 5. ഇപ്പൊ 34 by 5 എന്ന് പറയുമ്പോൾ തന്നെ 6.8. 35 by 5 എന്ന് പറയുമ്പോൾ 7 ആണ്. അറൌണ്ട് 6.8. അപ്പൊ നിങ്ങൾക്ക് ഒരു ഊഹം വെച്ച് വേണമെങ്കിൽ ആൻസർ എഴുതാം. ഓക്കെ, 68 കാണുമ്പോൾ തന്നെ ഓപ്ഷൻസിൽ നിന്ന് ഗസ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം, ചെയ്ത് നോക്കണമെന്നില്ല. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. Now moving on to question number 4. Question number 4 ചോദിക്കുന്നത് the condition for the validity of Ohm's law. നമുക്ക് Ohm's law മുഖാന്തരം കിട്ടുന്നെങ്കിൽ നമുക്ക് voltage is proportional to I, then V is equal to R into I, where R is the constant, പിന്നെ resistance ആണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം Ohm's law വാലിഡ് ആവണമെങ്കിൽ the condition for the validity of Ohm's law എന്താണെന്ന ചോദ്യം. First option, temperature should remain constant. Second option, current should be proportional to voltage. Resistance must be wire wound type. All of the above. Current should be proportional to voltage എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ റെസിസ്റ്റൻസ് മസ്റ്റ് ബി വയർ വൗണ്ട് ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ നമുക്ക് ആൾ ഓഫ് ദി എബോവ് എന്നുള്ളൊരു ഓപ്ഷൻ ചിലപ്പോൾ ചിലർക്ക് ഡൗട്ട് വന്നേക്കാം. ദ ആൻസർ ഈസ് ടെമ്പറേച്ചർ ഷുഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് Ohm's law is valid only when the physical state remains unchanged. Physical state എന്ന് പറയുമ്പോൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഇങ്ങനെ എന്ന് പഠിച്ചിട്ട് കാര്യമില്ല, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, that is question number 4. Question number 5 എന്താണ് പറയാ? For a fixed supply voltage, the current flowing through a conductor will increase. അപ്പം ഒരു സപ്ലൈ വോൾട്ടേജ് V ഉണ്ട് and we have a current I. For a supply voltage, the current flowing through a conductor will increase. അപ്പോൾ എപ്പോഴാണ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയ്ക്കുമ്പോഴാണോ, ലെങ്ത് കുറച്ചാൽ മതിയോ, ലെങ്ത് ഇൻക്രീസ്? അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി റെസിസ്റ്റൻസിന്റെ ആ ഒരു ഇക്വേഷൻ ആണ് ഇതിൽ ചോദിക്കുന്നത്. R is equal to rho L by A. അപ്പം R is proportional to L by A ആണ്. അപ്പം ഒരു ഫിക്സഡ് വോൾട്ടേജ് ആണ്, അപ്പൊ വോൾട്ടേജിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം കറണ്ട് ത്രൂ എ കണ്ടക്ടർ വിൽ ഇൻക്രീസ്. അപ്പൊ കറണ്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് കുറയണം. അപ്പൊ റെസിസ്റ്റൻസ് കുറയണമെങ്കിൽ ലെങ്ത് കുറയുക അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുക. രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ ലെങ്ത് കുറയുക എന്നുള്ളതാണ് ഉത്തരം. അപ്പം ലെങ്ത് ഈസ് റെഡ്യൂസ്ഡ്. അപ്പം സിമിലർലി ലെങ്ത് ഈസ് ഇൻക്രീസ് എന്നുള്ളത് തെറ്റാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുക എന്നുള്ളത് തെറ്റാണ്. ലെങ്ത് ഈസ് ഇൻക്രീസ് ആൻഡ് ഏരിയ ലെങ്ത് ഇൻക്രീസ് അവിടെയും പോയി, അതും തെറ്റാണ്. സോ ആൻസർ ഈസ് ദ ലെങ്ത് ഈസ് റെഡ്യൂസ്ഡ്. ലെങ്ത് കുറയുകയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് കുറയും. സോ ഫൈനലി നമുക്ക് എന്താണ്, കറണ്ട് കൂടുതലായിട്ട് കിട്ടും. സോ അതാണ് ഇതിന്റെ ഉത്തരം. സോ മെയിൻ ആപ്ലിക്കേഷൻ നമ്മൾ അറിയേണ്ട ഇക്വേഷൻ R is equal to rho L by A. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ, റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ കറണ്ട് കൂടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. Now next question. സോ ഇത് ശരിക്കും ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. A 12 volt automobile light is rated at 30 volt. അപ്പം we'll do the solution. So I'll take another color. So ഇതിൽ പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്, പവർ എന്ന് പറയുന്നത് 30 വാട്ട് ആണ്. സോ 12 volt automobile light is rated at 30 volt. The total charge that flows through the filament in 1 minute. അപ്പൊ ചാർജ് നമുക്കറിയാം Q ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്കതിനെ 60 സെക്കൻഡ് എന്നും വിളിക്കാം. ടോട്ടൽ ചാർജ് ആണ് ചോദ്യം.
നമുക്കറിയാം കറണ്ട് ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, അല്ലെങ്കിൽ ചാർജ് ക്യൂ ഈസ് ഈക്വൽ ഐ ടി എന്ന് തന്നെ ആൾക്കാർക്ക് അറിയായിരിക്കും. ക്യൂ ഈസ് ഇപ്പൊ ഞാനൊക്കെ പഠിച്ചിരിക്കുന്നത് കറണ്ട് എന്ന് വെച്ചാൽ ചാർജ് പെർ യൂണിറ്റ്, ചാർജ് ഫ്ലോയിങ് പെർ ടൈം എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചപ്പം ഐ ഈസ് ഈക്വൽ, സോ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. ഇവിടെ നമുക്ക് പക്ഷേ ഐ ഇല്ല. നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് ഐ കണ്ടുപിടിക്കാം. ഐ ഈസ് ഈക്വൽ ടു പി ബൈ വി, ദാറ്റ് ഇസ് പവർ എത്ര വരും? പവർ എത്ര വന്നിരിക്കുന്നത്? 30 ഡിവൈഡഡ് ബൈ 12. നിങ്ങൾ ഇനി ഇവിടെ ഇട്ട് 30 ഡിവൈഡ് 12 കണ്ടുപിടിക്കണ്ട, നമുക്ക് ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും ഷോർട്ട് കട്ട് ചെയ്യാൻ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു ടൈം, അപ്പൊ നമ്മൾ സെക്കൻഡ്സിലാണ് ചെയ്യേണ്ടത്, ഇൻറ്റു 60. സോ കണ്ടില്ലേ 5 കൊണ്ട് കട്ട് ചെയ്യാം. സോ 150 കുളം. So the answer is 150 coulomb. Okay. So 12 volt same. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട, സോ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ ഒരിക്കലും പഠിക്കരുത്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത് P is equal to VI എന്നുള്ള ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ Q is equal to IT എന്നുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അറിയാമെങ്കിൽ ചിലർ പിന്നെയും കൊണ്ടുചെന്ന് തെറ്റിക്കും. എവിടെയാ അവര് 1 മിനിറ്റ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ. അപ്പൊ നമ്മൾ 60 സെക്കൻഡ്സ് ആണ് എടുക്കേണ്ടത്. 60 seconds. Okay. So question number 6. Now question number 7. ശരിക്കും ഇതൊരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷേ സബ് എഞ്ചിനീയർ വരെ ലെവലിൽ വരെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഗേറ്റ് 2000 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇഫ് ദ ലെങ്ത് ഓഫ് എ വയർ ഓഫ് റെസിസ്റ്റൻസ് R is uniformly stretched to n times. അപ്പം ഇനിഷ്യലി R1 എന്ന് പറയുന്നത് R ആയിരുന്നു. Then if the length of initially resistance എന്ന് പറയുന്നത് R1 ആയിരുന്നു. Length of the wire of R is uniformly stretched to n times its original value. അപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വയർ, അതിനെ n ടൈംസ് ഇൻറ്റു n ടൈംസ് ചെയ്ത് അത് സ്ട്രെച്ച് ചെയ്തു. നമുക്കറിയാം അതിന്റെ പുതിയ റെസിസ്റ്റൻസ് എത്രയാണെന്നാ ചോദ്യം. നമുക്കറിയാം റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് നമുക്കറിയാം, അല്ലെ? റോ എൽ ബൈ എ ആണ് റെസിസ്റ്റൻസ് നമുക്കറിയാം. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ ഒരു വയർ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കനം കുറയും. അപ്പൊ ഇങ്ങനെ ഒരു വയർ സ്ട്രെച്ച് ചെയ്തപ്പോൾ അതിന്റെ കനം കുറഞ്ഞു. ഞാൻ വരച്ചപ്പോൾ കനം കുറച്ചല്ല വരച്ചിരിക്കുന്നത്. ശരിക്കും അതിന്റെ കനം കുറഞ്ഞ് അതിന്റെ നീളം കൂടുന്നു. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്ട്രെച്ച് ചെയ്യുന്നതിന് മുമ്പും ശേഷവും ദ വോളിയം വിൽ ബി സെയിം. ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്ട്രെച്ചിങ്. അപ്പൊ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ദ വോളിയം വിൽ ബി സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്ട്രെച്ചിങ്. സോ R is equal to rho L by A ആണ്. അപ്പം ലെങ്ത് ആണ് കൂട്ടിയിരിക്കുന്നത്. ലെങ്ത് ആണ് സ്റ്റെപ്പ്. നമുക്ക് മേളിലും താഴെയും L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R is equal to rho L square divided by വോളിയം. അപ്പം വോളിയം കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? R is proportional. വോളിയം എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് ആയത്? സെയിം വയർ തന്നെ സ്ട്രെച്ച് ചെയ്തു. സോ R is proportional to L square ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അപ്പം ഇനിഷ്യൽ ലെങ്ത് L ആണെങ്കിൽ, അപ്പോൾ R1 പ്രൊപ്പോർഷണൽ ടു L1 സ്ക്വയർ ആണെങ്കിൽ, പിന്നീട് നമ്മൾ ഒന്നും കൂടെ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ L എന്താവും? n ടൈംസ് ഓഫ് L ആയി. സോ R2 എന്ന് പറഞ്ഞാൽ L2 സ്ക്വയർ ആണ് പ്രൊപ്പോർഷണൽ. L2 എന്താണ്? L2 is equal to n into L1. അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? യൂണിഫോംലി സ്ട്രെച്ച്ഡ് ടു n ടൈംസ് ഇനിഷ്യൽ വാല്യൂ. സോ എന്ത് കിട്ടും ആൻസർ? R2 is equal to n square L1 അല്ലെ? സോ പുതിയ റെസിസ്റ്റൻസ് എന്താണ്? R2 is proportional to n square L1. അപ്പൊ പുതിയ റെസിസ്റ്റൻസ് എന്താണ്? R2 is equal to n square into R1. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സോ ആൻസർ is n square into R. കാരണം R ഓൾഡ് R എന്നൊക്കെ പറഞ്ഞ ഏത് രീതി ചെയ്യാം, ആൻസർ സ്ക്വയർ വരും. കാരണം L സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ, L-നല്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 8. നമ്മൾ നല്ല കോൺസെപ്റ്റുകളൊക്കെ കുറച്ച് കവർ ചെയ്യുന്നുണ്ട് അല്ലെ?
what happens to the resistance of a conductor if its length is increased 3 times and diameter is half? Length 3 തവണയാക്കുന്നു, diameter half ആക്കുന്നു എന്നാണ് ചോദ്യം. ഇതേം സെയിം ഈ ഒരു ക്വസ്റ്റ്യൻ ഇക്വേഷൻ ആണ് R is equal to rho L by A. അപ്പം ഫസ്റ്റ് അപ്പൊ ഇത് UPS IES ചോദിച്ചാണ് 2015. അപ്പൊ if its length is increased 3 times, അപ്പം L2 is equal to 3 into L1. അതുപോലെ തന്നെ diameter is half. അപ്പൊ D2 is equal to D1 by 2. നമുക്കറിയാം R is equal to rho L by A. So rho L by A എന്ന് പറയുമ്പം നമുക്കറിയാം pi R square. അപ്പൊ diameter എടുത്തു കഴിഞ്ഞാൽ pi D square by 4. അപ്പൊ നമുക്ക് 4 മേളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ it will be 4 rho into L by pi D square. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? R എന്ന് പറയുന്നത് is proportional to 1 by D square ആണ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ R new by R old നേരത്തെ ചെയ്തതല്ലാതെ വേറെ നിങ്ങൾ പെട്ടെന്ന് തെറ്റാത്ത രീതി കാണിക്കാം. R new by R node എന്ന് പറയുമ്പോൾ സോറി 1 by അല്ല L by. R is proportional to L by 4 rho pi എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ R is proportional to L by D square. L by D square. So R new by R old എന്ന് പറയുമ്പോൾ it will be L new by L old divided by D new by D old the whole square is equal to അപ്പോൾ L new by L old അപ്പോൾ ലെങ്ത് 3 തവണയാക്കിയത്. അപ്പോൾ 3 by 1 3 divided by D new by D old. അപ്പം പുതിയതെന്ന് പറഞ്ഞാൽ പകുതിയേ ഉള്ളൂ. സോ 1 by 2 1 by 2 the whole square അല്ലേ? It will be 12. So R new is equal to 12 into R old. The answer is option D. ശരിക്കും നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്തു പോകാം. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Question number 9. A drawn wire of resistance 5 ohm is further drawn so that its diameter becomes 1 by. എല്ലാം നമ്മൾ ഈ ഒരു R is equal to rho L by A. ശരിക്കും ഇത് നെറ്റ്വർക്സിന്റെ വളരെ ബേസിക്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ KVL കേസിൽ ഒന്നും കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ പോകും. ഇതറിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഡ്രോൺ R is equal to rho L by A ആണ്. റെസിസ്റ്റൻസ് ആദ്യം 5 ohm ആയിരുന്നു. ഡ്രോൺ വയർ റെസിസ്റ്റൻസ് 5 ohm is further drawn so that its diameter becomes 1/5 of the original. So D2 is equal to D by 5, D1 by 5. ആദ്യം ഉണ്ടാകുന്ന പകുതി. What is the resistance? Volume remaining the same. ഞാൻ പറഞ്ഞു ചിലർ വോളിയം സെയിം ആണെന്ന് പറയണമെന്നില്ല. ഒരു സെയിം വയർ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വോളിയം സെയിം തന്നെ ആയിരിക്കും. So R is equal to rho L by A. So R is equal to rho into അപ്പം L by Lനെ നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്തിനെ നമുക്ക് വോളിയം ബൈ ഏരിയ എന്ന് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വോളിയം ബൈ ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റോ ഇൻറ്റു വി ബൈ എ സ്ക്വയർ. അപ്പം വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ്? അപ്പം ഡയമീറ്റർ 1/4 ആണ് ആയത്. സോ നമുക്ക് എന്താ എഴുതാം? റോ ഇൻറ്റു വി ബൈ പൈ ബൈ 4 ദ ഡി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ is equal to 4 square 16 again 16 മോളിൽ വരും 16 rho v divided by pi d raised to 4. So pi അല്ലെങ്കിൽ pi square നമുക്ക് അതിൽ വലിയ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? R is proportional to 1 by d raised to 4. So 1/5 എന്ന് പറയുമ്പോൾ R is equal to 5 into 1/5 the 1 divided by 1/5 the whole raised to 4. Finally നമുക്ക് 3125 ohm എന്ന് കിട്ടും. അതായത് നമ്മൾ ഇവിടെ ചെയ്ത അതേ സ്റ്റെപ്പിൽ R new by R old L new by അങ്ങനെ കറക്റ്റ് എടുത്ത് കട്ട് ചെയ്ത് കളയുമ്പോഴാണ് 5 into 1/1/5 the whole square. Okay. So
അതിന്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് 3125 ഓം എന്നാണ്. So this is the answer. Now moving on to question number 10. The hot resistance of the filament of a bulb is higher than the cold resistance. So, another concept on R hot resistance is greater than the R cold resistance. അങ്ങനെയാണെങ്കിൽ the temperature coefficient of the filament എന്താണെന്നാ ചോദ്യം. നെഗറ്റീവ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വരുമ്പോഴാണ് നമുക്ക് ഹോട്ട് റെസിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ കോൾഡ് റെസിസ്റ്റൻസ്. ഇതൊരു തിയറി പാർട്ടാണ്. അപ്പൊ നിങ്ങൾ തിയറി പോലെ അങ്ങ് പഠിച്ചാൽ മതി. ആർ ഹോട്ട് ഗ്രേറ്റർ ദാൻ ആർ കോൾഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ, ഇത് പണ്ട് IAS-ലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ഒരു ഒബ്ജക്റ്റീവ് എക്സാമിന് അവർക്ക് ഈസി ആയിട്ട് ചോദിക്കാമെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ നെറ്റ്വർക്സിന്റെ 10 ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി കൺട്രോൾ സിസ്റ്റത്തിലുള്ള 10 ചോദ്യങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ വളരെ ബേസിക് എന്നാ വരുന്നത് കേട്ടോ. സബ് എഞ്ചിനീയർ ലെവലിൽ നിന്ന് ഇങ്ങനെ കയറി നമ്മൾ പോകുന്നത്. ഓക്കെ, so when a human being tries to approach an object, his brain acts. അപ്പം കൺട്രോൾ സിസ്റ്റത്തിൽ വളരെ ബേസിക് ആയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഹ്യൂമൻ ബീയിങ് ഒരു ഒബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ ബ്രെയിൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? നമുക്ക് കൺഫ്യൂഷൻ വരാം. ആംപ്ലിഫയർ ആണോ, ആക്ച്വേറ്റർ ആണോ, അതോ കൺട്രോളർ ആണോ, അതുപോലെ അതല്ലെങ്കിൽ ഒരു എറർ മെഷറിംഗ് ഡിവൈസ് ആയിട്ടാണോ ആക്ട് ചെയ്യുക? ഉത്തരം എന്ന് പറയുന്നത് അതൊരു കൺട്രോളർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരു ക്ലാരിറ്റി കുറച്ച് കുറവാണ് 1-2 ക്വസ്റ്റ്യൻസിൽ. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻപുട്ട് സിഗ്നൽ. അപ്പൊ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് സിഗ്നൽ ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഒക്കെ നമ്മളെല്ലാം പഠിച്ചത് സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ചിട്ടാണ്. സോ ആൻസർ ഈസ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u of t is equal to 1 for t greater than 0. അതാണ് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് നമ്മൾ എപ്പോഴും ഇൻപുട്ട് സിഗ്നൽ ആയിട്ട് ഉപയോഗിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിച്ചിരിക്കുന്നത് which of the following minimum information is necessary to formulate the problem of control systems optimization? ഇതിൽ ഓപ്ഷൻസിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഫസ്റ്റ് എന്താണ്? സിസ്റ്റം സ്റ്റേറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇക്വേഷൻ അല്ലെങ്കിൽ കൺട്രോൾ വെക്ടർ മാത്രം മതി എന്ന് ചോദിച്ചിരിക്കുന്നു. ദെൻ അല്ലെങ്കിൽ സിസ്റ്റം സ്റ്റേറ്റ് ഇക്വേഷൻ, ഔട്ട്പുട്ട് ഇക്വേഷൻ, കൺട്രോൾ വെക്ടർ ആൻഡ് പെർഫോമൻസ് ഇൻഡെക്സ് വേണോ? ഓപ്ഷൻ സി, സിസ്റ്റം സ്റ്റേറ്റ് ഇക്വേഷൻ, ഔട്ട്പുട്ട് ഇക്വേഷൻ, കൺട്രോൾ വെക്ടർ, കൺസ്ട്രെയിൻസ് ഓഫ് ദ പ്രോബ്ലം, ദ പെർഫോമൻസ് ഇൻഡെക്സ് ആൻഡ് സിസ്റ്റം പാരാമീറ്റേഴ്സ്. അടുത്തത് സിസ്റ്റം സ്റ്റേറ്റ് ഇക്വേഷൻ, ഔട്ട്പുട്ട് ഇക്വേഷൻ, കൺട്രോൾ വെക്ടർ ആൻഡ് കൺസ്ട്രെയിൻസ്. അപ്പൊ ശരിക്കും ഇത് കുറച്ച് അധികം സബ്ജക്ട് പഠിച്ചിട്ടുള്ളവർക്ക്, കാരണം ഇത് അഡ്വാൻസ് കൺട്രോൾ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ബിടെക്കിൽ രണ്ടാമതൊരു പേപ്പറാണ്. ശരിക്കും ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സിസ്റ്റം സ്റ്റേറ്റ് ഇക്വേഷൻ വേണം, ഔട്ട്പുട്ട് ഇക്വേഷൻ വേണം, കൺട്രോൾ വെക്ടർ വേണം, പിന്നെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൺസ്ട്രെയിൻസ് വേണം. ഇത്രയുമാണ്. നമുക്ക് പെർഫോമൻസ് ഇൻഡെക്സിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. Actual input applied to the system in case of closed loop system is. അപ്പം ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ വരച്ച് പഠിച്ചിട്ടുള്ളതാണ്. ജി വരും, ഫീഡ്ബാക്ക് എച്ച് ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ എടുത്തതാണ്. ഇനിയും റിവിഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് അലോങ് വിത്ത് തിയറി. സോ ആർ ഓഫ് എസ് ഇവിടെ ഉണ്ടാവും, സി ഓഫ് എസ് ഇവിടെ ഉണ്ടാവും, അത് ഫീഡ്ബാക്ക് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആക്ച്വൽ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇത് ആക്ച്വേറ്റിംഗ് സിഗ്നൽ ആണ്. ഒരു ക്ലോസ് ലൂപ്പ് സിസ്റ്റം വരുമ്പോൾ ആക്ച്വൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ആക്ച്വേറ്റിംഗ് സിഗ്നൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുമ്പോൾ ദ ലാർജസ്റ്റ് എറർ ബിറ്റ്വീൻ റെഫറൻസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്താണ്? പീക്ക് എറർ എന്നാണോ? ഡ്യൂറിംഗ് ട്രാൻസിയൻസ് ആണ്. നമ്മൾ ട്രാൻസിയന്റ് അനാലിസിസ് പഠിച്ചപ്പോൾ ഉള്ള കാര്യം ചോദിക്കുന്നത്. എന്താണ്? പീക്ക് എറർ ആണോ, ട്രാൻസിയന്റ് ഓവർഷൂട്ട് ആണോ, പീക്ക് ഓവർഷൂട്ട് ആണോ, ട്രാൻസിയന്റ് ഡീവിയേഷൻ ആണോ? ഉത്തരം എന്താണ്? പീക്ക് ഓവർഷൂട്ട് ആണ്. സബ്ജക്ട് കൺട്രോൾ സിസ്റ്റം സബ്ജക്ട് പഠിച്ചവർക്ക് അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഹിന്റ് തരാം. അപ്പൊ സി ഓഫ് ടി ആണ് ഔട്ട്പുട്ട്, സി ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടൈം ടി. ആൻഡ് ഇത് നമ്മുടെ ഇൻപുട്ട്,
സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മുടെ ട്രാൻസിയന്റ് ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്? ലൈക്ക് ഇങ്ങനെ ഒരു ഫിഗർ നമ്മൾ സബ്ജക്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെന്ന് പറയുന്നതാണ് പീക്ക് ഓവർഷൂട്ട്, പെർസെന്റേജ് ഓവർഷൂട്ട് ഇക്വേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ സിമിലർ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതെല്ലാം പറയാം ഇനി റിവൈസ് ചെയ്യുമ്പോൾ. സോ ദിസ് ഈസ് പീക്ക് ഓവർഷൂട്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട്, ആവറേജ് ഔട്ട്പുട്ട്. ദിസ് ഈസ് ദ ഔട്ട്പുട്ട്, ദിസ് ദ പീക്ക് ഓവർഷൂട്ട്. അപ്പം ലാർജസ്റ്റ് എറർ എന്താണ്? പീക്ക് ഓവർഷൂട്ട് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്വസ്റ്റ്യൻ കാണുമ്പോൾ സിമ്പിൾ ആണ്, ബട്ട് അൺലെസ് യു പ്രാക്ടീസ് യു കനോട്ട് ഡു. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് യൂസ്ഫുൾ ഫോർ ദ സ്റ്റഡി ഓഫ് ഫേസ് ആൻഡ് ഗെയിൻ മാർജിൻ ആണോ, സ്റ്റഡി സ്റ്റേറ്റ് ബിഹേവിയർ ആണോ, സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് ട്രാൻസിയന്റ് ബിഹേവിയർ ആണോ, ട്രാൻസിയന്റ് ബിഹേവിയർ മാത്രമേ ഉള്ളൂ. എന്തായാലും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഫേസ് ആൻഡ് ഗെയിൻ മാർജിൻ ഒന്നും നമ്മൾ പറയാറില്ല. നമ്മൾ വേറെ മെത്തേഡ്സ് ഒക്കെയാണ്, ബോഡി പ്ലോട്ട് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഗെയിൻ മാർജിൻ ഫേസ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്തല്ല. പക്ഷേ സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് ട്രാൻസിയന്റ് ബിഹേവിയർ നമ്മൾ എപ്പോഴും പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമുക്ക് ഫസ്റ്റ് ഓർഡർ സിസ്റ്റവും സെക്കൻഡ് ഓർഡർ സിസ്റ്റവും ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയായിരിക്കും, നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷനിലൊക്കെ എത്തിയത്, സ്റ്റഡി സ്റ്റേറ്റിലും ട്രാൻസിയന്റ് സ്റ്റേറ്റിലും എല്ലാം. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് ട്രാൻസിയന്റ് സ്റ്റേറ്റ് ആണ് ആൻസർ. Now moving on to question number 7. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം. നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ബൈ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എന്താണ്? ഇമ്പൾസ് റെസ്പോൺസ് ആണോ? ഓക്കെ, അപ്പം ഇൻപുട്ട് ഇമ്പൾസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് ടി ആണെങ്കിൽ ആർ ഓഫ് എസ് എന്ന് പറയുന്നത് 1 ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് വിൽ ബി, ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ബി ഈസ് ഈക്വൽ ടു സി ഓഫ് എസ് ഇറ്റ്സെൽഫ് ഇഫ് ഇൻപുട്ട് ഈസ് എന്താണ്? ഇമ്പൾസ് റെസ്പോൺസ്. അപ്പം സി ഓഫ് എസ് എന്താണ്? ഇമ്പൾസ് റെസ്പോൺസ് ആണ്. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്. Moving on to question number 8. What is the characteristic of a good control system? ഇതൊക്കെ സുഖമായിട്ട് പല എക്സാമുകളിലും ചോദിക്കാവുന്നതാണ്. ഏത് എക്സാമിനും, ഹൈ ലെവൽ ഗേറ്റ് എക്സാം മുതൽ സബ് എഞ്ചിനീയർ എക്സാം വരെയും അല്ലെങ്കിൽ ഓവർസിയർ എക്സാം വരെയും ഇതെല്ലാം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. What is the characteristic of a good control system? Sensitive to parameter variation, insensitive to input commands, neither sensitive to parameter variation nor sensitive to input commands. പിന്നെന്താ പറയുന്നത്? ഇൻസെൻസിറ്റീവ് ടു പാരാമീറ്റർ വേരിയേഷൻ. അപ്പം നമ്മളൊരു കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇടയ്ക്ക് കയറി ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായി അതിന്റെ ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിന്റെ കൺട്രോളർ അത്ര പോവോ, അതിന്റെ എന്തോ തെർമിസ്റ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. അപ്പം കൊടുക്കുന്ന ഇൻപുട്ടിനുള്ള ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ ആൻസർ എന്താണ്? Insensitive to parameter variation but sensitive to input commands. Question number 9. In a control system, the state variables can be measured, can always be measured. Output variables cannot be defined as a function of state variables. ശരിക്കും സ്റ്റേറ്റ് അഡ്വാൻസ് കൺട്രോൾ തിയറിയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് അധികം പഠിച്ചിട്ടില്ലാത്തവർക്ക് പറയാൻ പറ്റില്ല. ശരിക്കും കൺട്രോൾ സിസ്റ്റത്തിൽ സ്റ്റേറ്റ് വേരിയബിൾസ് ആർ ഡിപ്പെൻഡന്റ് ഓൺ ഈച്ച് അതർ. അപ്പൊ സ്റ്റേറ്റ് വേരിയബിൾ എന്താണെന്നൊക്കെ ഉള്ള നമ്മുടെ തിയറി ക്ലാസ്സിൽ വരുന്നുണ്ട്, അപ്പം പഠിച്ചാൽ മതി. സോ സ്റ്റേറ്റ് വേരിയബിൾസ് ആർ ഡിപ്പെൻഡന്റ് ഓൺ ഈച്ച് അതർ ഇൻ എ കൺട്രോൾ സിസ്റ്റം. അതാണ് ഉത്തരം. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 9 is D. Then 10th and the last question. In a control system, excessive bandwidth is not employed. നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന്റെ ബേസിക്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന് അറിയാം, നമ്മൾ നോയ്സ് വരുമ്പോൾ, ബാൻഡ് വിഡ്ത്ത് വരുമ്പം, പിന്നെ സെൻസിറ്റിവിറ്റി, ഇങ്ങനെയുള്ള കുറെ ഫങ്ഷൻസ് വെച്ച്, അപ്പൊ ഗെയിൻ വെച്ചിട്ട് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നതൊക്കെ വെച്ച് സെപ്പറേറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു നോയ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ബാൻഡ് വിഡ്ത്ത് ആണ്. അതുകൊണ്ടാണ് ഇൻ കൺട്രോൾ സിസ്റ്റം എക്സസിബിൾ ബാൻഡ് വിഡ്ത്ത് കൂടിക്കൂടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബാൻഡ് വിഡ്ത്ത് എപ്പോഴും നമുക്ക് കുറച്ചാ വേണ്ടത്, ബിക്കോസ് നോയ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു bandwidth. So control system എന്നുള്ള 10 questions നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കും. ശരിക്കും നെറ്റ്വർക്ക് എടുത്താലും കൺട്രോൾ സിസ്റ്റം എടുത്താലും നമുക്ക് കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് തോന്നുന്നു 70% ഈസി ക്വസ്റ്റ്യൻസും തിയറി ക്വസ്റ്റ്യൻസും, ബിക്കോസ് അത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയാണ്.
നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുക. സോ ബി വിത്ത് ഓംസ് ലോജിക് ആൻഡ് ഗെറ്റ് യുവർ റാങ്ക്. Question number 1 from power system. So power system, the first question. Short circuit currents are due to. About short circuit current എന്നാ പറഞ്ഞിരിക്കുന്നത്. Symmetrical current എന്നോ unsymmetrical current എന്നോ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. Short circuit current എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിക്കുന്നത്. ശരിക്കും ഏതുതരം ഫോൾട്ട് ഉണ്ടായാലും, അതായത് സിംഗിൾ ഫേസ് ടു എർത്ത് ഫോൾട്ട്, ഫേസ് ടു ഫേസ് ഫോൾട്ട്, ഓൾ ദ 3 phase to earth fault, all the 3 phase to short circuited, any of the above. ശരിക്കും any of the above ആണ് ഉത്തരം. എങ്ങനെയാണെങ്കിലും ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഉണ്ടാവും. സിമെട്രിക്കൽ അൺസിമെട്രിക്കൽ തമ്മിൽ തെറ്റിപ്പോകരുത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇനിയും വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ശരിക്കും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ. The most serious consequence of a major uncleared short circuit fault. അപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് ഫ്ലോട്ട് ഉണ്ടായി നമ്മളത് ക്ലിയർ ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള കോൺസിക്വൻസ് എന്തായിരിക്കും? ഫ്യൂസ് ബ്ലോ ആയി പോകുന്നത് ഒരു സിവിയറിറ്റി അല്ല. ഹെവി വോൾട്ടേജ് ഡ്രോപ്പ് എന്തായാലും ഉണ്ടാവില്ല ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിലാണ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക. പിന്നെന്താണ് ശരിക്കും വരിക? ഫയർ ആണ് ഉത്തരം. ഓക്കെ, then question number 3. Which of the following results in symmetrical fault? അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ സിമെട്രിക്കൽ പഠിച്ചു, സിമെട്രിക്കൽ, അതിനുശേഷം അൺസിമെട്രിക്കൽ ഫോൾട്ടും പഠിച്ചു. അതിന്റെ ഇൻ ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സിമെട്രിക്കൽ ഫോൾട്ട്സ് ഏതൊക്കെയാണ്? ട്രിപ്പിൾ ലൈൻ ഫോൾട്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. അൺസിമെട്രിക്കൽ ഏതാണ്? ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ഡബിൾ ലൈൻ ഫോൾട്ട്, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. അപ്പൊ ഇവിടെ സീക്വൻസ് കോമ്പോണൻസ് വരുന്നു, അതായത് ഫോർട്ടസ്ക്യൂ തിയറം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഫോർട്ടസ്ക്യൂ തിയറം, ഓരോന്നിന്റെ ഓരോ ഫോൾട്ട് വരുമ്പോഴുള്ള ഷോർട്ട് സർക്യൂട്ട് MVA, ആക്ച്വൽ വാല്യൂ, അതുപോലെ തന്നെ പെർ യൂണിറ്റ് വാല്യൂ എല്ലാം നമ്മൾ പഠിച്ചു. പെട്ടെന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്, നമുക്കെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസൾട്ട്സ് ഇൻ എ സിമെട്രിക്കൽ ഫോൾട്ട്? എന്താണ്? സിംഗിൾ ഫേസ് ടു എർത്ത് ആണോ, ഫേസ് ടു ഫേസ് ആണോ, ഓൾ ദ 3 phases? അതെ, ട്രിപ്പിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. സോ ആൻസർ ഈസ് question number 3 is option C. Question number 4. Which portion of the transmission system is more prone to fault? എന്താണ്? ഓവർഹെഡ് ലൈൻസ് ആണ് ഫോൾട്ട് ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. നമുക്ക് അതൊക്കെ ഒരു പ്രാക്ടിക്കൽ നോളജ് വെച്ചിട്ട് പെട്ടെന്ന് പറയാവുന്നതാണ്. ഓക്കെ, question number 5. Which portion of the power system is least prone to fault? പവർ സിസ്റ്റത്തിൽ ഫോൾട്ട് ഉണ്ടാവാൻ വളരെ സാധ്യത കുറവ് എവിടെയാണെന്നുള്ളതാണ്. ആൻസർ ഈസ് ഓൾട്ടർനേറ്റർ. Question number 6. The magnitude of the fault current depends upon fault current in the magnitude. About total impedance up to fault, then voltage at the fault point, then the load current being supplied before the occurrence of the fault, both A and B. അപ്പോൾ ഫോൾട്ട് നമ്മൾ ഫോൾട്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഫോൾട്ട് കറന്റ് ലിമിറ്റർ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും എന്താ റെസിസ്റ്റൻസ് വെച്ചിട്ട് ഫോൾട്ട് കുറയ്ക്കുക എന്നുള്ളത്. അപ്പം ടോട്ടൽ ഇംപിഡൻസ് അപ് ടു ദ ഫോൾട്ട് എന്നുള്ളത് ശരിയാ. അതുപോലെ തന്നെ ആ ബസ്സിൽ എത്ര വോൾട്ടേജ് ഉണ്ടായിരുന്നു അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരിക്കലും ലോഡ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലോഡിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യുന്നത് വോൾട്ടേജ് ബസ്സിൽ നിന്ന് തന്നെയാണ്. The answer is both A and B. This is wrong. Okay. Then the most common type. നമ്മുടെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. Question number 7. So the most common type ഏതാണ്? മോസ്റ്റ് കോമൺ ടൈപ്പ്, മോസ്റ്റ് സിവിയർ ടൈപ്പ് നമ്മൾ പഠിച്ചതാണ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഏതാണ്? സിംഗിൾ ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഫോൾട്ട്. അപ്പം ഇത് മോസ്റ്റ് കോമൺ ടൈപ്പ് ആണ്, പക്ഷെ ലെസ് സിവിയർ ആണ്. മോസ്റ്റ് കോമൺ ആണ്, അതേസമയം ലെസ് സിവിയർ ആണ്. ത്രീ ഫേസ് ഫോൾട്ട് എന്ന് പറയുമ്പോൾ ലെസ് കോമൺ പക്ഷെ മോർ സിവിയർ. ദിസ് ഈസ് ലൈൻ ടു ഗ്രൗണ്ട്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമ്മുടെ പവർ സിസ്റ്റം പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾക്കത് കാണാം. Then question number 8.
the maximum short circuit current occurs, അപ്പോൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, മാക്സിമം ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എപ്പോഴാണ് ഉണ്ടാവുന്നത്? 3-phase ഫോൾട്ട് വരുമ്പോഴാണ് മാക്സിമം ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഉണ്ടാവുന്നത്. ആൻസർ ഈസ് 8A. Question number 9. For a fault at the terminals of a synchronous generator, അപ്പോൾ നമ്മുടെ ബസ്സിൽ ജനറേറ്റർ സൈഡിൽ ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഫോൾട്ട് കറണ്ട് എന്തിനാണ് മാക്സിമം എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ്. നമ്മുടെ ബസ് ജനറേറ്റർ സൈഡിൽ ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ വരാൻ ലൈൻ ടു ഗ്രൗണ്ട്, അപ്പൊ നേരെ ജനറേറ്ററിൽ നിന്ന് വരും, അപ്പൊ ഡയറക്റ്റ് കറണ്ട് കംപ്ലീറ്റ് അവിടെ വരുന്നു എന്നുള്ളതാണ് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അവിടെ 3-phase ഫോൾട്ട് അല്ല. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 9, റൈറ്റ്? ക്വസ്റ്റ്യൻ നമ്പർ 9. അപ്പൊ അത് 3-phase ഫോൾട്ട് അല്ല, ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ് അതിന്റെ ഉത്തരം. Then last question of the day, last question from power system, question number 10. The load currents in short circuit calculations are neglected. Load current നമ്മൾ എന്തുകൊണ്ട് നെഗ്ലെക്ട് ചെയ്യുന്നു? അതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ. Because short circuit currents are much larger than load current. കറക്റ്റ് ആണ്. അടുത്തൊരു ഓപ്ഷനോട് നോക്കട്ടെ. Short circuit currents are greatly out of phase with load currents. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. It depends. സിമെട്രിക്കൽ ഫോൾട്ട് ആവാം, സിമെട്രിക്കൽ കറന്റ് ഫോർ സിമെട്രിക്കൽ ഫോൾട്ട് ആണെങ്കിൽ എല്ലാം ഇൻ ഫേസ് തന്നെയല്ലേ. ഓക്കെ, സോ ആൻസർ ഇസ് 1 alone. Okay, so today we have completed question number 1 to question number 30. Control system, network theory and power system. So നിങ്ങൾക്ക് ക്ലാസ്സസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. മാക്സിമം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസുമായി ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. താങ്ക് യു.